മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ ഔസേപ്പച്ചൻ ഫോൺ വിളിച്ച് വഴക്ക് പറയുകയാണ്. അലീന ഫോണുമായി സ്റ്റാൻലിയെ സമീപിച്ചു. ദേ ഔസേപ്പച്ചൻ അങ്കിള പപ്പ എന്നോട് ദേഷ്യപ്പെടുന്നു. അവൾ ഫോൺ സ്റ്റാൻലിക്ക് കൊടുത്തു. ഔസേപ്പച്ച എന്താ പ്രശ്നം? സ്റ്റാൻലി ഫോൺ കാതോട് ചേർത്തു. ലാലിച്ചാൻ എന്നാ പണിയാ കാണിച്ചത്? തലയ്ക്ക് സ്ഥിരമില്ലാത്ത പെൺകൊച്ചിനെ പിന്നെയും കുഴപ്പത്തിലാക്കാനാണോ ഉദ്ദേശം? ആ എറണാകുളംകാരി കാരണമാ അവൾക്ക് വട്ടി പിടിച്ചത്. എന്നിട്ട് അവരുടെ മുന്നിലേക്ക് തന്നെ പിന്നെയും അവളെ തട്ടിയിട്ട് കൊടുത്തോ? നീയൊക്കെ കൂടിയല്ലേടാ അവളെ ഈ അവസ്ഥയിലാക്കി തീർത്തത്. അവളുടെ പ്രസവം എന്നെപ്പോലും അറിയിക്കാതെ രഹസ്യമായി നടത്തിയിട്ടിപ്പോൾ എന്തായി? ഞാൻ അറിഞ്ഞില്ലേ? അവളുടെ കുഞ്ഞിനെ ഓർഫനേജിലാക്കിയിട്ട് നിനക്കോ അവൾക്കോ ആ കുഞ്ഞിനോ സ്വസ്ഥതയും സമാധാനവും കിട്ടിയോ? കല്യാണത്തിന് മുൻപ് പ്രസവിച്ചവളെ മറ്റൊരുത്തൻ്റെ മേൽ കെട്ടിയേൽപ്പിച്ചിട്ട് അവൾക്കോ അവനോ നല്ലൊരു ജീവിതം ഉണ്ടായോ? അവൻ്റെ ജീവിതവും തകർത്തു, അവളെ മനോരോഗിയുമാക്കി. എനിക്ക് ലാലിച്ചായനോട് ഇത്രയേ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് അവളെ തറവാട്ടിലെത്തിക്കുക. എനിക്കതിന് മനസ്സില്ല ഔസേപ്പച്ച. വേറൊരു കാര്യം എനിക്ക് നിന്നോട് അങ്ങോട്ട് പറയാനുണ്ട്. ഷെറിൻ പ്രസവിച്ചു എന്നുള്ളതും ആ കുഞ്ഞ് തിരുവനന്തപുരത്ത് പൊങ്ങുമുട്ടിലെ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ 2 വയസ്സുവരെ ഉണ്ടായിരുന്നു എന്നുള്ളതും അപ്പച്ചൻ ഇവിടുന്ന് സമ്മതിച്ചിട്ടാ അങ്ങോട്ട് വണ്ടി കയറിയത്. ആ കുഞ്ഞിപ്പോൾ എവിടെയുണ്ടെന്ന് നിനക്കും ആൽബിക്കും റോബിച്ചനും അറിയാമെന്നും അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിപ്പോൾ എവിടെയാണ്? അപ്പച്ചൻ പറഞ്ഞത് ശരിയാ ലാലിച്ചായ. എനിക്കറിയാം, റോബിച്ചായനും അറിയാം, ആൽബിക്കും അറിയാം. പക്ഷേ പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവുമാണ് ഞങ്ങൾക്ക് വലുത്. ലാലിച്ചായന് അതൊട്ടുമില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ വിവരങ്ങളൊന്നും പറയാതിരുന്നത്. അപ്പോൾ നീ അവളുടെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറയില്ല അല്ലേ? ഇല്ല, 3 തരം. ഔസേപ്പച്ച, നീ ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പോൾ മണി 9:30. 1 മണിക്കൂർ നിനക്ക് ഞാൻ സമയം തരുന്നു. അതിനകം നീ പറഞ്ഞിരിക്കണം ഷെറിൻ്റെ മോൾ എവിടെയുണ്ടെന്ന്. ഇല്ലെങ്കിൽ അപ്പച്ചനെയും ആൽബിയെയും റോബിയെയും കൂട്ടി ഹൈക്കോടതിയിലോട്ട് വന്നേക്ക്. ഷെറിൻ്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് നീ പറയണ്ട, കോടതിയിൽ ഹാജരാക്കിയാൽ മതി. നമുക്ക് അവിടെ വെച്ച് കാണാം. സ്റ്റാൻലി ഫോൺ കട്ട് ചെയ്തു. അലീനയെ ഫോൺ ഏൽപ്പിച്ചിട്ട് സ്റ്റാൻലി റൂമിലേക്ക് പോയി. പപ്പ ഇത്ര കടുത്ത നിലപാടെടുക്കുമെന്ന് അലീനയും ഒട്ടും വിചാരിച്ചില്ല. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. 10:30 മണിക്ക് മുൻപ് ഔസേപ്പച്ചൻ്റെ കോൾ വന്നു. ലാലിച്ചായ, നമ്മുടെ തറവാടിൻ്റെ അഭിമാന പ്രശ്നമാണിത്. മലർന്നു കിടന്ന് തുപ്പുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല. ഔസേപ്പച്ച, എനിക്ക് ഒറ്റ ചോദ്യമേ നിന്നോട് ചോദിക്കാനുള്ളൂ. ഷെറിൻ്റെ കുട്ടി എവിടെയാണുള്ളത്? നിന്നെപ്പോലെ തന്നെ അതറിയാനുള്ള അവകാശം എനിക്കുമുണ്ട്. അവളുടെ മൂത്ത സഹോദരനാണ് ഞാൻ. ലാലിച്ചായ, പക്ഷേ അത്... എൻ്റെ ചോദ്യത്തിന് നിനക്ക് മറുപടി ഉണ്ടോ? മറുവശത്ത് നിശബ്ദതയായിരുന്നു. ഔസേപ്പച്ചായ, എന്താ, ഒന്നും പറയാനില്ലേ? ഞാൻ പറയാം, ധൃതി പിടിക്കാതെ. പറയുന്നത് സത്യമായിരിക്കണം. ആ കുട്ടി ഇപ്പം വെസ്റ്റ് ബംഗാളിലാണ് ഉള്ളത്. അവിടെ എവിടെ? സിലിഗുരിയിൽ. മേരിക്കുട്ടിയുടെ കൂടെയാണോ? സ്റ്റാൻലി അതിശയത്തിൽ ചോദിച്ചു. അതെ, അവരവിടെ കോൺവെൻറ്റിനോട് ചേർന്ന് ഒരു ഓർഫനേജ് നടത്തുന്നുണ്ട്. എത്ര കാലമായി അങ്ങോട്ട് മാറ്റിയിട്ട്? 3 കഴിഞ്ഞു. മേരിക്കുട്ടിയുടെ ഫോൺ നമ്പറുണ്ടോ? തപ്പിയെടുക്കണം. കാലച്ച കെട്ട് സ്റ്റാൻലി മുഖം തിരിച്ചു നോക്കി. പിന്നിൽ വാതിലിനരികെ അലീന, അതിനു പിറകിൽ ഷെറിൻ, മാമച്ചൻ, ഗ്രേസമ്മ, രേവതിക്കുട്ടി. എല്ലാവരും സ്റ്റാൻലിയെ തന്നെ ഉറ്റുനോക്കുകയാണ്. ഔസേപ്പച്ചൻ്റെ ജീപ്പ് റബ്ബർ മരങ്ങൾക്കിടയിലെ മൺപാതയിലൂടെ കരിയിലകൾ പറത്തി പാഞ്ഞു വന്ന് തറവാട്ടുമുറ്റത്ത് നിന്നു. ഹെഡ്ലൈറ്റുകൾ അണച്ച് ഔസേപ്പച്ചൻ ഇറങ്ങി. ആൽബർട്ട് അതിനു മുൻപേ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ കാർ വീട്ടുമുറ്റത്ത് കിടപ്പുണ്ട്. മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ജ്യേഷ്ഠാനുജന്മാർ 3 പേരും ഒത്തുകൂടി. ഔതുക്കുട്ടി ചായനെയും വിളിച്ചു. അപ്പച്ചൻ എന്തിനാ സമ്മതിച്ചു കൊടുത്തത്? റാണിമോൾ പ്രസവിച്ചെന്നും കുട്ടിയെ ഓർഫനേജിലേക്ക് മാറ്റിയെന്നും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുമൊക്കെ. ആൽബി ഔതുക്കുട്ടിച്ചായൻ്റെ നേർക്ക് തട്ടിക്കയറി. എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ നുണ പറയണോ? ഔതുക്കുട്ടിച്ചായൻ മറുചോദ്യം ഉന്നയിച്ചു. പറയണം. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് കൈമലർത്തിയേക്കണം. അങ്ങനെ ചെയ്താൽ അവരപ്പച്ചൻ്റെ മനസ്സിരിക്കുന്ന കാര്യങ്ങൾ ഒരു തോട്ടി കൊണ്ട് കുത്തിച്ചാടിക്കോ? ആൽബർട്ടിന് ചുണ്ടി കയറി. എടാ, നീ എന്തറിഞ്ഞുകൊണ്ടാ ഇങ്ങനെ കിടന്ന് ചാടുന്നേ? റാണിമോള് തന്നെ എല്ലാ കാര്യങ്ങളും അലീനോട് പറഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല, കുളത്തിപ്പുഴയ്ക്ക് വരുന്നതിന് മുൻപ് തന്നെ അവൾക്കും എറണാകുളംകാർക്കും ഇതെല്ലാം അറിയാമായിരുന്നു. അപ്പച്ചൻ എന്തിനാ അവരുടെ മുൻപിൽ എല്ലാം സമ്മതിച്ചു കൊടുത്തെന്നാ എൻ്റെ ചോദ്യം. ഔസേപ്പച്ചൻ കയർത്തു. ലാലിച്ചൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കള്ളം പറയാൻ എനിക്ക് പറ്റിയില്ല. ഇനി ഞാൻ അവൻ്റെ മുഖത്ത് നോക്കണ്ടേ? അല്ല, അപ്പച്ചന് കുളത്തൂപ്പുഴ പോയി താമസിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? ഇവിടെ തറവാട്ടിൽ റോബിയുടെ കൂടെ താമസിക്കേണ്ടവനല്ലേ അപ്പച്ചൻ? അവനല്ലേ അപ്പച്ചൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടവൻ? എനിക്ക് മനസ്സിലായിരുന്നു ഇവിടെ താമസിക്കാൻ. നീ പോയി നിൻ്റെ പണി നോക്ക്. അല്ല പിന്നെ. എടാ, അപ്പച്ചൻ പറഞ്ഞു തൊലച്ചില്ലേ? കൊച്ചു ജീവിച്ചിരിപ്പുണ്ടോയെന്ന് വരെ പറഞ്ഞിട്ടാ അപ്പച്ചൻ കുളത്തൂപ്പുഴയിൽ നിന്ന് വിട്ടുപോകുന്നത്. പിന്നെ നമ്മൾ എന്തു ചെയ്യും? എന്നാലും മേരി ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയണമായിരുന്നോ? വേറെന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ പോരായിരുന്നോ? അങ്ങ് ആസാമിലുള്ള മക്കളില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും കൂടി ദത്തെടുത്ത് വളർത്തുകയാണെന്നോ മറ്റോ? ലാലിച്ചായ നമ്മളെ കോടതി കയറ്റുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. സ്വന്തം മോളെ തിരിച്ചു കെട്ടുമെന്നുണ്ടെങ്കിൽ റാണിമോൾ ലാലിച്ചായൻ്റെ കൂടെയല്ലേ നിൽക്കൂ?
ലാലിച്ചാൻ അവളെക്കൊണ്ട് കോടതിയിൽ ഒരു ഹർജി കൊടുപ്പിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? 2 വയസ്സുവരെ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലുണ്ടായിരുന്ന കുഞ്ഞിനെ കോടതിയിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടാലോ? നമ്മളും നമ്മുടെ കുടുംബവും മൊത്തം നാറിയോ ഇല്ലയോ? നിയമം എപ്പോഴും അമ്മമാരുടെ കൂടെ നിൽക്കൂ. നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. ഔസേപ്പച്ചൻ തന്നെ നിസ്സഹായത വെളിപ്പെടുത്തി. ഈ അപ്പച്ചന് വരുത്തി വെച്ച ഓരോ ഏടാകൂടങ്ങളും നോക്കണേ. ഇനിയിപ്പം എന്തു ചെയ്യും? കൊച്ചു ജീവിച്ചിരിപ്പുണ്ടെന്നും മേരി ചേച്ചിയെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുമോ ലാലിച്ചൻ? റോബർട്ട് അവധിക്കുട്ടിച്ചാനോട് ചോദിച്ചു. അവരുടെ പ്ലാൻ എന്താണെന്ന് അപ്പച്ചൻ അറിയാമോ? എറണാകുളംകാർ എന്തിനാ കുളത്തൂപ്പുഴയ്ക്ക് വന്നത്? അലീനയും റാണിമോളെയും കാണാനാ, അവധിക്കുട്ടിച്ചാൻ പറഞ്ഞു. എന്നാൽ പിന്നെ കണ്ടിട്ട് പോയാൽ പോരെ? അവരെന്തിനാ റാണിയുടെ കാര്യത്തിലും അവളുടെ കൊച്ചിൻ്റെ കാര്യത്തിലുമൊക്കെ ഇടപെടുന്നേ? അവരിടപെട്ടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും അവരറിഞ്ഞുവെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അവരുടെ ഉദ്ദേശം എന്താ? പണ്ട് അവരുടെ മകൻ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ കണ്ടിട്ട് അവർക്കെന്താ മെച്ചം? ആ കൊച്ചിനെ കിട്ടിൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ? ആൽബർട്ട് ചോദിച്ചു. എനിക്ക് ഒന്നും അറിയത്തില്ല. എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. അവധക്കുട്ടിച്ചാൻ ഇടത് കൈകൊണ്ട് ഒരു ചെവി പൊത്തിപ്പിടിച്ച് മുറിവിട്ടു പോയി. ഔസേപ്പച്ചയ, ഇനി എന്താ ചെയ്യുന്നേ? നമ്മൾ 3 കൂടി നാളെ തന്നെ കുളത്തൂപ്പുഴ ചെന്ന് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വരാമല്ലേ? റോബർട്ട് ചോദിച്ചു. അതിനു മുൻപ് വേറൊരു പ്രശ്നമുണ്ട്. സ്റ്റാൻലി വിളിക്കും മേരി ചേച്ചിയുടെ നമ്പർ ചോദിക്കുവാൻ. ഔസേപ്പച്ചൻ പറഞ്ഞു. നമുക്കറിയത്തില്ലെന്ന് പറ. തപ്പിയെടുത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു പോയി. അവസാനത്തെ നമ്പർ തെറ്റിച്ച് പറഞ്ഞു കൊടുത്തേക്ക്. ആൽബർട്ട് ഉപായം കണ്ടുപിടിച്ചു കഴിഞ്ഞു. വിളിക്കുമ്പോൾ മേരി ചേച്ചി കിട്ടിയില്ലെങ്കിൽ പിന്നെയും നമ്മളോട് ചോദിക്കത്തില്ലേ? ഈ നമ്പറേ നമ്മുടെ കയ്യിലുള്ളൂ. ചിലപ്പം അവിടുത്തെ നമ്പർ മാറിയതായിരിക്കും എന്നങ്ങ് പറഞ്ഞാൽ മതി. ആൽബർട്ട് പറഞ്ഞു. അലീന ലാലിച്ചാനെ കൊണ്ട് മേരി ചേച്ചിയുടെ ശരിക്കുള്ള നമ്പർ തപ്പിയെടുപ്പിക്കും. അവളാണ് ഇതിൻ്റെ എല്ലാം പുറകിലെന്ന് ഉറപ്പായില്ലേ? റോബർട്ട് പറഞ്ഞു. ഇനി അവളെ ഈ തറവാടിൻ്റെ മുറ്റത്ത് കയറ്റരുത് റൂബി. ലാലിച്ചായൻ്റെ മോളാണല്ലോ, അനാഥാലയത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണല്ലോ, പാവമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇത്തിരി മനുഷ്യത്വം കാണിച്ചപ്പം നമുക്കിട്ട് പാരവയ്ക്കാൻ നോക്കുകയാണ് അവള്. അല്ല, അവൾക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിട്ടാണോ? ആൽബർട്ടിന് അമശം അടങ്ങുന്നില്ല. ഔസേപ്പച്ചാനൊരു കാര്യം ചെയ്. നാളെ രാവിലെ മേരി ചേച്ചിയെ ഒന്ന് വിളിക്ക്. നീ അടുത്ത കാലത്തെങ്ങാനും വിളിച്ചായിരുന്നോ റൂബി? 5-6 മാസം മുൻപ് മേരി ചേച്ചി ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പച്ചൻ്റെ സുഖവിവരം അറിയാൻ വേണ്ടിയാ, റോബർട്ട് വെളിപ്പെടുത്തി. ഇനിയിപ്പം വിളിച്ച ലാലിച്ചാന് അലീന എന്നൊരു മോളുണ്ട് എന്ന് ചരിത്രം മുതൽക്ക് പറയണ്ടേ? ആ കാര്യം തൽക്കാലം മിണ്ടണ്ട. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. എന്താ പറയേണ്ടത്? ലാലിച്ചാനും അവളും കൂടി എത്ര അന്വേഷിച്ചാലും ആ കൊച്ചിനെ കണ്ടുപിടിക്കാൻ ഇടയാകരുത്. ആൽബർട്ട് അക്കാര്യം ഊന്നി പറഞ്ഞു. അത് തന്നെ സംഗതി. റോബർട്ട് അതിനെ പിന്താങ്ങി. ഇതേസമയം കുളത്തൂപ്പുഴയിൽ സ്റ്റാൻലിയുടെ നേതൃത്വത്തിൽ മറ്റൊരു കൂടിയാലോചന നടക്കുന്നുണ്ടായിരുന്നു. ഷെറിൻ്റെ കുട്ടിയെ വീണ്ടും കിട്ടിയാൽ എന്തു ചെയ്യണം? ആരാണ് അവളെ വളർത്തേണ്ടത്? ഷെറിൻ കുട്ടിയെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവളുടെയും കുട്ടിയുടെയും ഭാവി ജീവിതം എങ്ങനെ സുരക്ഷിതമാക്കണം? പെട്ടെന്ന് പരിഹാരം കണ്ടെത്താവുന്ന പ്രശ്നങ്ങളല്ല അതൊന്നും. നമ്മളിപ്പോഴേ അതിനെക്കുറിച്ച് ആലോചിച്ച് തല പോയിക്കണ്ട പപ്പ, ഒടുവിൽ അലീന പറഞ്ഞു. ആദ്യം മോളെ കണ്ടുപിടിക്കുക വേണ്ടത്. മേരിക്കുട്ടിയുടെ നമ്പർ നാളെ കിട്ടും. റാണിയെക്കൊണ്ട് അവളെ വിളിപ്പിക്കാം, സ്റ്റാൻലി പറഞ്ഞു. പറയും പോലെ അത്ര എളുപ്പമല്ല പപ്പ. മേരിക്കുട്ടി ആൻറ്റിയുടെ നമ്പർ അങ്കിളുമാർ തന്നില്ലെങ്കിലോ? തരാതിരിക്കാൻ പറ്റുമോ? പറ്റും. എവിടെയോ കുറിച്ച് വച്ചിരുന്നതാ, ഇപ്പം കാണുന്നില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് നമ്മളെ തടയാൻ സാധിക്കുമോ? മേരിക്കുട്ടിയുടെ കോൺവെൻറ്റ് തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലുമുണ്ട്. അവിടെ വിളിച്ച് സിലിഗുരിയിലെ കോൺവെൻറ്റിൻ്റെ നമ്പർ വേണമെന്ന് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ പോയി വാങ്ങിക്കൊണ്ടുവരാം, സ്റ്റാൻലി വിശദമാക്കി. സിലിഗുരിയിലെ ആൻറ്റി പപ്പയോട് സത്യം തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിലോ? അലീന ഒരു സംശയം എടുത്തിട്ടു. കന്യാസ്ത്രീകൾ കള്ളം പറയുമോ? അവർക്ക് കള്ളം പറയുന്നത് കൊണ്ട് എന്താണ് നേട്ടം? കള്ളം പറഞ്ഞില്ലെങ്കിലും സത്യം പറയാതിരിക്കാം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ടല്ലോ പപ്പ. അതുകൊണ്ടാണല്ലോ ഇതുവരെയും സത്യം പറയാതെ മറച്ചു വച്ചിരുന്നത്, അലീന വാദിച്ചു. അതും ഒരു കണക്കിന് ശരിയാണ്, സ്റ്റാൻലി പറഞ്ഞു. മേരിക്കുട്ടി കന്യാസ്ത്രീയാൻ പോയത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. അന്നു മുതലേ ഞാനും അവളും തമ്മിൽ അത്ര രസത്തിലല്ല. ഉടുപ്പിട്ടതോടെ അവൾക്ക് ലോകത്തുള്ള സകലരെയും ഉപദേശിക്കാനുള്ള അവകാശം കിട്ടി. പപ്പയും സിലിഗുരിയിലെ കന്യാസ്ത്രീയും തമ്മിലുള്ള മാനസികമായ അകലം എത്രമാത്രമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ആ സഹോദരനും സഹോദരൻ തമ്മിൽ ഫോൺ വിളിയോ കത്തിടപാടുകളോ ഇല്ല. നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് എത്ര കാലമായി? മാമച്ചൻ ചോദിച്ചു. 2 കൊല്ലം മുൻപ് അവൾ തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണാൻ പോയില്ല. എന്നെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൾ ഇവിടെ വരുമായിരുന്നു. പ്രശ്നപരിഹാരം അത്ര എളുപ്പമല്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. വടക്കേ ഇന്ത്യയിൽ എവിടെയോ ഉള്ള ഒരു കന്യാസ്ത്രീ സഹോദരിയെക്കുറിച്ച് അവധക്കുട്ടിച്ചാൻ 1-2 തവണ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അവരെപ്പറ്റി യാതൊരു ധാരണയും അലീനയ്ക്കുണ്ടായിരുന്നില്ല. രാവിലെ ജോസുകുട്ടിയാണ് ഔസേപ്പച്ചനെ വിളിച്ചുണർത്തിയത്. പപ്പ, ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങാതെ ഒന്ന് എഴുന്നേറ്റേ. കുളത്തൂപ്പുഴയെന്ന് ഇത് 3-ാമത്തെ തവണയാണ് വിളിക്കുന്നേ. ആര്? ലാലിച്ചായനോ? പിന്നല്ലാതെ വേറെ ആരാ? ഞാൻ ഉറക്കമാണെന്ന് പറയാൻ മേലായിരുന്നോ നിനക്ക്? ഔസേപ്പച്ചൻ എഴുന്നേറ്റിരുന്ന് കണ്ണ് തിരുമ്മി. അരമണിക്കൂറായി വിളി തുടങ്ങിയിട്ട്. 2 തവണ ഞാൻ പറഞ്ഞു പപ്പ എഴുന്നേറ്റില്ലെന്ന്. സമ്മതിക്കണ്ടേ? ഔസേപ്പച്ചൻ എഴുന്നേറ്റ് എന്ന് ഫോൺ എടുത്തു.
ലാലിച്ചായ ഞാനാ. മേരിക്കുട്ടിയുടെ ഫോൺ നമ്പർ നീ തന്നില്ലല്ലോ. ഫോൺ നമ്പറിന് വേണ്ടിയിട്ടാണോ ലാലിച്ചായൻ മനുഷ്യനെ ഉറക്കപ്പായെന്ന് വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കുന്നേ? നേരമൊന്ന് വെളുത്തോട്ടെ ലാലിച്ചായ, നീരസത്തോടെ ഔസേപ്പച്ചൻ പറഞ്ഞു. ഇവിടൊക്കെ 1.5 മണിക്കൂർ മുൻപേ നേരം വെളുത്തു. ഇപ്പോൾ മണി 7:30 കഴിഞ്ഞു. പത്തനാപുരത്ത് ഇപ്പോഴും രാത്രിയാണോടാ? സ്റ്റാൻലിയുടെ പരിഹാസം കേട്ട് ഔസേപ്പച്ചന് ദേഷ്യം വന്നെങ്കിലും അയാൾ അത് അടക്കി പിടിച്ചു. ഓ, മേരി ചേച്ചിയുടെ കോൺവെൻറ്റിലെ നമ്പർ തപ്പിയെടുത്ത് വച്ചിട്ടുണ്ട്. കുറിച്ചെടുത്തോ, ഞാൻ പറഞ്ഞു തരാം. ശരി. ഔസേപ്പച്ചൻ ടെലിഫോൺ ബുക്കെടുത്ത് അതിൽ നിന്നും ഒരു നമ്പർ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തു. അവസാനത്തെ അക്കം 3 പകരം 4 എന്ന് തെറ്റിച്ചാണ് പറഞ്ഞത്. സ്റ്റാൻലി ഫോൺ താങ്ക്സ് എന്ന് പറഞ്ഞു വെച്ചിട്ടും ഔസേപ്പച്ചൻ റിസീവറും കയ്യിൽ പിടിച്ച് അല്പനേരം ആലോചിച്ച് നിന്നു. പിന്നെ സ്റ്റാൻലിക്ക് പറഞ്ഞു കൊടുത്ത നമ്പർ അവസാനത്തെ അക്കം തെറ്റാതെ ഡയൽ ചെയ്തു. ഒരു തവണ റിങ് ചെയ്ത് തീർന്ന് രണ്ടാമത്തെ ശ്രമത്തിലാണ് ഔസേപ്പച്ചന് മറുവശത്ത് ആളെ കിട്ടിയത്. ഫോൺ എടുത്ത കന്യാസ്ത്രീയോട് തനിക്ക് സിസ്റ്റർ മരിയ ജോസഫിനെ കിട്ടണമെന്ന് ഔസേപ്പച്ചൻ ആവശ്യപ്പെട്ടു. ഹോൾഡ് ചെയ്യാൻ മറുവശത്ത് നിന്ന് നിർദ്ദേശം കിട്ടി. അല്പം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ മരിയ ജോസഫിൻ്റെ ശബ്ദം ഫോണിൽ കേട്ടു. ഹലോ, ആരാണ്? ഇത് ഔസേപ്പച്ചനാ, പത്തനാപുരത്തുനിന്ന്. എൻ്റെ മാതാവേ, എന്തു പറ്റിയൊന്ന് വിളിക്കാൻ? ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയാനാണോ? മരിച്ചുപോയെങ്കിൽ മഠത്തിലുള്ളവർ ഇവിടെ അറിയിക്കാതിരിക്കുമോ? എന്നാലും എൻ്റെ ഔസേപ്പച്ച, ഇങ്ങനൊരു പെങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കാർക്കും ഒരു വിചാരവുമില്ലല്ലോ. കന്യാസ്ത്രീയായി കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ പോലെയല്ലേ? ഇങ്ങനൊരു മകളുണ്ടെന്ന വിചാരം അപ്പച്ചന് പണ്ടേ ഇല്ല. 4 ആങ്ങളമാരുണ്ടായിട്ട് ഒറ്റയെണ്ണത്തിന് എൻ്റെ സ്വരം പോലും കേൾക്കണ്ട. ഇഹലോക സുഖങ്ങളും സ്വന്തങ്ങളും ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ച് സഭാപത്രം സ്വീകരിച്ച മേരി ചേച്ചി ഇങ്ങനെ പറയുന്നത് കഷ്ടമാകട്ടോ. ഔസേപ്പച്ച, നീ ഒന്ന് ഓർത്തോ, ഞാൻ ഇങ്ങനെ എടുത്ത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ വലിയ കേടില്ലാതെ കഴിഞ്ഞുകൂടുന്നത്. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. മേരി ചേച്ചി രാവിലെ ഇത്രയും വലിയ തമാശ പറയല്ലേ. 5-6 റബ്ബർ ഉള്ളത് കൊണ്ടാണ് ഞാനും വത്സമ്മയും പിള്ളേരും കഞ്ഞി കുടിച്ച് കഴിയുന്നത്. മേരി ചേച്ചി പ്രാർത്ഥിച്ചിട്ടാണോ റബ്ബർ വെട്ടുമ്പോൾ പാല് കിട്ടുന്നേ? അഹങ്കരിക്കല്ലേ ഔസേപ്പച്ച. കർത്താവ് വിചാരിച്ച ഒരു ഞൊടിയിട കൊണ്ട് നിനക്കുള്ളതെല്ലാം നശിച്ചു പോകും. ഒരു കാറ്റ് വീശിയാൽ മതി, നിന്റെ റബ്ബർത്തോട്ടം പിന്നെ വെറും തരിശു ഭൂമിയാ. എൻ്റെ മേരി ചേച്ചി, ഇങ്ങനൊന്നും പറയാതെ. മേരി ചേച്ചി പറയുന്നത് കേട്ടത്തൊന്നും ദൈവം ആരുടെ മെക്കിട്ട് കയറണമെന്നറിയാതെ ദേഷ്യം കയറി ഇരിക്കുവാണെന്ന്. നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് അങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നീ ഇപ്പം എന്തിനാ വിളിച്ചതെന്ന് പറ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട് മേരി ചേച്ചി. നമ്മുടെ റാണിയുടെ കൊച്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത് മേരി ചേച്ചിയുടെ കയ്യിലാണെന്ന വിവരം ഈയിടെ അവൾ അറിഞ്ഞു. അവൾ മാത്രമല്ല, ലാലിച്ചായനും ഈയിടെ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി. എങ്ങനെ അറിഞ്ഞു? നിനക്കും റോബിക്കും ആൽബിക്കും അപ്പച്ചനും എനിക്കും മാത്രമല്ലേ അറിയത്തുള്ളൂ. പിന്നെ എങ്ങനെയാ? അപ്പച്ചൻ്റെ വിടുവാ പറച്ചിൽ വരുത്തി വെച്ച വിനയാണെന്ന് കൂട്ടിക്കോ. അപ്പച്ചൻ റാണിമോളോട് പറഞ്ഞോ? മേരി ചേച്ചി അറിയാത്ത ഒരുപാട് ചുറ്റിക്കളി ഇതിനിടയ്ക്ക് പുനലൂരിലും കുളുത്തപ്പൊയിലും നടന്നു. അതൊക്കെ വിസ്തരിച്ച് പറയാൻ പോയാൽ ഫോൺ ബില്ലടയ്ക്കാൻ ഞാൻ എൻ്റെ തോട്ടം വിളിക്കേണ്ടി വരും. നീ ചുരുക്കി പറഞ്ഞാൽ മതി. മേരി ചേച്ചി, സംഗതി ഇത്രയേ ഉള്ളൂ. ലാലിച്ചായൻ്റെ കൂടെ കുളത്തൂപ്പുഴ അലീന എന്ന് പേരുള്ള ഒരു പെണ്ണ് വന്ന് കൂടിയിട്ടുണ്ട്. ലാലിച്ചായൻ്റെ മോളാണെന്നാണ് പറയുന്നത്. എൻ്റെ ഈശോയെ, കുഞ്ഞാഞ്ഞിക്ക് നമ്മളറിയാത്ത മോളോ? കല്യാണത്തിന് മുൻപ് ആഗ്രയിൽ വെച്ച് ലാലിച്ചായന് ഒരു പെണ്ണുമായി അടുപ്പമുണ്ടായിരുന്ന കഥ മേരി ചേച്ചിക്ക് അറിയാമല്ലോ. അറിയാം. അപ്പച്ചനെ സമ്മതിക്കാഞ്ഞിട്ടല്ലേ ആ കല്യാണം നടക്കാതെ പോയത്. ആ ബന്ധത്തിൽ ഒരു മോളുണ്ടായിന്നാ ഇപ്പം പറയുന്നേ. 3 മാസമായിട്ട് അവൾ ലാലിച്ചായൻ്റെ കൂടെയാ താമസം. അവൾ പറയുന്നത് ലാലിച്ചായൻ ഇപ്പം വേദവാക്യം. അവളാ ഈ പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഔസേപ്പച്ച. ഈ 3 മാസത്തിനിടയിൽ ആരും എന്നോട് ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചത് പോലുമില്ലല്ലോ. വെറുതെ മേരി ചേച്ചിയെ കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാ പറയാതിരുന്നേ. അഥവാ വിളിച്ചാൽ മേരി ചേച്ചി ഫോൺ താഴെ വെക്കുമോ? ഇല്ല. കൽക്കട്ടക്കും സിലിഗൂരിലുമൊക്കെ വിളിക്കുമ്പം എത്രയാ ബില്ല്? ഞാനിപ്പം സിലിഗൂരിലല്ല ഔസേപ്പച്ച, സിക്കിമില്ല, പാക്യോങ് എന്ന സ്ഥലത്ത്. സിലിഗുരിയിൽ നിന്ന് ദൂരം ഒരുപാടുണ്ട്. നിന്റെ ഭാഗ്യത്തിന് ഇപ്പം ഇവിടെ വിളിച്ചപ്പം എന്നെ കിട്ടിയത്. 2 ആഴ്ചത്തെ റിട്രീറ്റിന് വന്നതാ ഞാൻ. ഇന്നലെ തീർന്നു, ഇന്ന് തിരിച്ചു പോകും. ഇതൊന്നും ഞങ്ങളെ അറിയിച്ചില്ലല്ലോ. 1 മാസമേ ആയിട്ടുള്ളൂ ഇവിടുന്ന് മാറ്റം കിട്ടിയിട്ട്. പാക്യോങ്ങിൽ ചെന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അന്നേരം എല്ലാം വിസ്തരിച്ച് പറയണേ. ഓക്കെ. പക്ഷേ അതിനിടയ്ക്ക് ഒരു കാര്യം. ലാലിച്ചാൻ എന്നോട് മേരി ചേച്ചിയുടെ നമ്പർ ചോദിച്ചു. ഞാൻ നമ്പർ തെറ്റിച്ചാ കൊടുത്തത്. എന്നാലും ശരിക്കുള്ള നമ്പർ ലാലിച്ചാൻ എവിടുന്നെങ്കിലും തപ്പിയെടുത്ത് വിളിക്കാൻ സാധ്യതയുണ്ട്. എന്തിനാ എന്നെ വിളിക്കുന്നേ? റാണിയുടെ കൊച്ചി ഇപ്പം എവിടെയുണ്ടെന്ന് ലാലിച്ചാനും അലീനയ്ക്കും അറിയണം. യാതൊരു കാരണവശാലും പറഞ്ഞു കൊടുത്തേക്കരുത്. ഞാൻ എന്താ പറയേണ്ടത്? മക്കളില്ലാത്ത വല്ല ഹിന്ദിക്കാരും വന്ന് ദത്തെടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞാൽ മതി. ദത്തെടുത്തവരുടെ അഡ്രസ്സ് കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് കൂടി പറഞ്ഞേക്കണം. എന്നെ വിളിച്ചെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. വിളിക്കും. ചിലപ്പം അവിടെ അന്വേഷിച്ച് വന്നെന്നും ഇരിക്കും. ഇവിടെ വന്നാൽ എന്നെ കാണാൻ പറ്റില്ല. ഞാനങ്ങ് പാക്യോങ്ങിലല്ലേ. പട്ടാളത്തിലായിരുന്നപ്പം ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുള്ള ലാലിച്ചായന് അത് വല്ലതും ഒരു പ്രശ്നമാണോ? എനിക്ക് മേരി ചേച്ചിയുടെ ഒരു വാക്ക് കിട്ടിയാൽ മതി. റാണിയുടെ മോൾ എവിടെയുണ്ടെന്നുള്ള രഹസ്യം ഒരിക്കലും ലാലിച്ചായനെ അറിയിക്കില്ലെന്ന്. അതൊന്നും ഇനി ആരും അന്വേഷിക്കേണ്ട. നീ ചോദിച്ചാലും പറയുന്ന പ്രശ്നമില്ല. അത്രയും കേട്ടാൽ മതി എനിക്ക്.
കുഞ്ഞാഞ്ഞയുടെ മോളാണെന്ന് പറഞ്ഞു വന്ന ആ പെണ്ണ് എവിടായിരുന്നു ഇത്രയും കാലം? കുഞ്ഞാഞ്ഞയെ പറഞ്ഞു പറ്റിച്ചതാണോ? ദേ വേറൊരു കോള് വരുന്ന മേരിച്ചേച്ചി. ലാലിച്ചായനാണെന്നാ തോന്നുന്നേ. ഞാൻ പിന്നെ വിളിക്കാമേ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഔസേപ്പച്ചൻ കോള് കട്ട് ചെയ്തു. സ്റ്റാൻലി റിസീവർ താഴെ വെച്ചിട്ട് അലീനയോട് പറഞ്ഞു, എൻഗേജ്ഡ് ആണ്. മൊബൈൽ നമ്പറിൽ വിളിച്ചു നോക്കിയാലോ? അതും നോക്കി, സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. പപ്പ, അലീന സ്വരം താഴ്ത്തി വിളിച്ചു. സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായെങ്കിലും അജ്ഞത ഭാവിച്ചു. ഞാനും റാണി ആൻറ്റിയും മാമച്ചൻ്റെങ്ങളുടെ കൂടെ എറണാകുളത്ത് പോയിക്കോട്ടെ. വേറൊരു ദിവസം പോകാം. ഇന്നാണെങ്കിൽ പോകുന്ന വഴി കൊല്ലത്തിറങ്ങി ചിന്നുമോളെയും കാണായിരുന്നു. അതാരാ? ഞങ്ങളുടെ കൂടെ ഓർഫനേജിലുണ്ടായിരുന്ന കുട്ടിയാ. സ്റ്റാൻലി മറുപടി പറയാതെ വീണ്ടും ഔസേപ്പച്ചനെ വിളിച്ചു. ഇത്തവണ ഔസേപ്പച്ചന് ലൈനിൽ കിട്ടി. ഔസേപ്പച്ച, നീ തന്ന നമ്പറിൽ വിളിച്ചിട്ട് പാൻ ഷോപ്പിലാണല്ലോ കോൾ ചെല്ലുന്നത്. എടുക്കുന്നത് ഒരു പുരുഷൻ, സംസാരിക്കുന്നത് ബംഗാളി ഭാഷ. ചിലപ്പോൾ മേരിച്ചേച്ചിയുടെ കോൺവെൻറ്റിലെ നമ്പർ മാറിയതായിരിക്കും ലാലിച്ചായ. ആര് മാറ്റി? നീയോ അതോ അവരോ? നമ്പർ മാറ്റമൊക്കെ ഇപ്പോൾ സാധാരണയല്ലേ? വേറെ നമ്പറുമൊന്നുമില്ലേ നിൻ്റെ കയ്യിൽ? ഇല്ല. അഡ്രസ്സ് ഉണ്ടോ? ഇവിടെങ്ങാണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം. സ്റ്റാൻലി ഫോൺ വെച്ചു. ശരിക്കുള്ള ഫോൺ നമ്പർ ഇല്ല, അഡ്രസ്സ് ഇല്ല, അയാൾ അലീനയോട് പറഞ്ഞു. നമ്മളത് പ്രതീക്ഷിക്കണ്ട പപ്പ. അവരുടെ സഹായമില്ലാതെ പപ്പ വിചാരിച്ച കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നമ്പർ ഞാൻ എടുത്തു തരാം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചിലർ കൽക്കട്ടയിലുണ്ട്. അല്ലെങ്കിൽ തിരുവല്ലയിലെ കോൺവെൻറ്റിൽ അന്വേഷിക്കാം. ഉപേക്ഷ വിചാരിക്കില്ലേ പപ്പ? റാണി ആൻറ്റി വലിയ പ്രതീക്ഷയില്ല. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ മാമച്ചനങ്ങളും ആൻറ്റിയും. അവരുടെ മകൻ്റെ കുഞ്ഞല്ലേ. ബംഗാളിലാണെങ്കിലും ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം കാണണമായിരുന്നു. മരിച്ചുപോയ മകൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടതുപോലെയാ. എല്ലാവരും കൂടെ അപ്പച്ചനെയും അനുജന്മാരെയും സകല കുടുംബക്കാരെയും എൻ്റെ ശത്രുക്കളാക്കും. അപ്പച്ചന് പിണങ്ങിപ്പോയത് നീ കണ്ടല്ലോ. അവതക്കുട്ടിച്ചാനിങ്ങ് തിരിച്ചു വരും പപ്പ. ഭക്ഷണവും മരുന്നും വസ്ത്രവും ഒക്കെ കുറഞ്ഞു പോയാലും ശരി, മനുഷ്യൻ എങ്ങനെയും ജീവിക്കും. പക്ഷെ സ്നേഹമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിന്റെ സ്നേഹം ഇനി അപ്പച്ചന് ആവശ്യം വരുന്നുമെന്ന് തോന്നുന്നില്ല. പപ്പ, ഞാൻ ചോദിച്ചതിന് ഇതുവരെ മറുപടി പറഞ്ഞില്ലല്ലോ. എറണാകുളത്ത് പോയിട്ട് എന്ന് തിരിച്ചു വരാനാ? ഒരാഴ്ച. അതൊന്നും വേണ്ട. റാണി ആൻറ്റി അവിടെ ഒരാഴ്ച താമസിക്കട്ടെ പപ്പ. ആൻറ്റിക്കത് വലിയ സന്തോഷമായിരിക്കും. നല്ല മാറ്റമുണ്ടാകും. ഞാൻ വിളിക്കുമ്പോൾ തിരിച്ചു വരണം. അതിന് സമ്മതമാണെങ്കിൽ പോയാൽ മതി. സമ്മതമാ, അലീന ലോട്ടറി അടിച്ച സന്തോഷത്തോടെ പറഞ്ഞു. ഇവിടെ നിൽക്കാൻ മാത്രമാണ് നിനക്ക് ഒരു താല്പര്യമില്ലാത്തത് അല്ലേ? ഇവിടെ വിട്ട് എങ്ങോട്ട് പോകാനും ഏത് നിമിഷവും നീ തയ്യാറാ. സ്റ്റാൻലി പരിഭവിച്ചു. എവിടൊക്കെ പോയാലും ഞാൻ ഇങ്ങോട്ടല്ലേ തിരിച്ചു വരുന്നേ. അതെന്തുകൊണ്ടാ? എൻ്റെ പപ്പ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ. സ്റ്റാൻലി അർത്ഥസൂചകമായി മൂളി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുടൻ മാമച്ചനും ഗ്രേസമ്മയും ഷെറിനും അലീനയും രേവതിക്കുട്ടിയും യാത്രയ്ക്കൊരുങ്ങി. നിങ്ങൾ എങ്ങനെ തിരിച്ചു വരും? സ്റ്റാൻലി അലീനയോടും ഷെറിനോടുമായി ചോദിച്ചു. ഞാൻ കാറ് തിരിച്ചെത്തിച്ചേക്കാം, മാമച്ചൻ പറഞ്ഞു. അത് വേണ്ട, കാറുമായി ഞാൻ അങ്ങോട്ട് വരാം, സ്റ്റാൻലി അഭിപ്രായപ്പെട്ടു. വേണ്ടെന്നേ, ഞങ്ങളൊരു ബസ്സിൽ കയറി വന്നോളാം, അലീന പറഞ്ഞു. അവർ കുളത്തൂപ്പുഴയിൽ നിന്നും 10 മണിയോടെ യാത്ര തിരിച്ചു. കൊട്ടാരക്കര കൊല്ലം വഴി പോകാനാണ് പ്ലാൻ. കാർ കിളികൊല്ലൂരെത്തിയപ്പോൾ വലത്തെ പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞ് ത്യാഗഭവനം എന്നെഴുതിയ വലിയ ബോർഡിന് കീഴിലുള്ള ഗേറ്റിന് മുൻപിൽ ചെന്നു നിന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി ഇനിയും വരാം. ബൈ.